എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇഷ്ടമാണ്? റോസ്റ്റ്, സവായ, മന്തി, കുഴിമന്തി, കോഴിപ്പടങ്ങിയതും മാംസടങ്ങിയതും കുറ്റാകടങ്ങിയതും അടങ്ങിയതും ചുരുക്കി പറഞ്ഞ സമീകൃതമായി നമ്മൾ കഴിക്കുന്നത്. ഉദാഹരണം പച്ചക്കറികള്, പഴങ്ങള്, ഇലക്കറികള്, പാലുൽപ്പന്നങ്ങള്, മുട്ട, പിന്നെ ഓരോ വിശകലനങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞില്ലേ ഈ ബർഗർ, സവായ, പിസ്സ, അതില് ജഗ് ഫുഡാണ്. അത് കഴിക്കാനുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ വയറ് വീർക്കും, ഹൃദയത്തിന് ദോഷങ്ങളുണ്ടാവും, കരളിന് ദോഷം ഉണ്ടാവും. അങ്ങനെ ഓരോ രോഗങ്ങളും ജഗ് ഫുഡിന്റെ ഉണ്ടാവും. അതിനെക്കാട്ടി നല്ല നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് ഒരു വിഷപദാർത്ഥങ്ങളില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം, ഫ്രൂട്ട്സ് ശുദ്ധമായി വെളിയിൽ കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണങ്ങൾ കൂടുതലും ഹോട്ടലിന്റെ മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞു. തീർച്ചയായും അവ കഴിക്കാൻ രുചികരമാകുന്നത് യാതൊരു സംശയവുമില്ല. എന്നാൽ അവ കഴിക്കുന്നത് വഴി ലഭിക്കുന്ന അനാരോഗ്യതകളാണ് യഥാർത്ഥ പ്രശ്നം. ജങ്ക് ഫുഡ് തുടർച്ചയായി നിയന്ത്രണമില്ലാതെ കഴിക്കുന്നത് അമിതവണ്ണത്തിന്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും, കൈപ്പ്, പ്രമേഹത്തിനും, കരൾ രോഗത്തിനും, ചില അർബുദങ്ങൾക്കുമൊക്കെ വഴിവെക്കുകയാണ്. അതിനാൽ തന്നെ അവയുടെ അമിത ഉപഭോഗം ഒഴിവാക്കുകയും പകരം ആരോഗ്യകരമായ ഭക്ഷണ രീതിയെ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ജങ്ക് ഫുഡുകൾ കഴിക്കാനുള്ള പ്രവണത ഉണ്ടാകാറുണ്ട്. ജങ്ക് ഫുഡിന്റെ ദോഷകരമായ ഫലങ്ങളെ കുറിച്ച് ഓർത്താൽ ഉടനെ അവ കഴിക്കുന്നത് നിർത്താമെന്ന് തോന്നും. ആസക്തി നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ രുചിമുകളങ്ങൾ അവയുടെ വിശേഷിക്കപ്പെട്ട രുചിക്കായി വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. മറ്റു ഭക്ഷ്യവസ്തുക്കളെ അപേക്ഷിച്ച് ജങ്ക് ഫുഡുകളോട് ഒരാൾക്ക് കൂടുതൽ ആസക്തി തോന്നുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡിനോട് ചില ആളുകൾക്ക് കൂടുതൽ ആസക്തി ഉളവാകുന്നത് എന്നറിയാമോ? ജങ്ക് ഫുഡ് ആസക്തികൾ കൂടുതലായി ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം നമ്മുടെ തലച്ചോറ് തന്നെയാണ്. സർവൈവൽ മെക്കാനിസം അഥവാ സ്വാഭാവിക അതിജീവന സംവിധാനത്തിന്റെ ഭാഗമായി തലച്ചോറ് ഉയർന്ന കലോറി ഭക്ഷണത്തിന്റെ രുചിയും സുഗന്ധവും ഒക്കെ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. അതായത് കൊഴുപ്പും പഞ്ചസാരയും ഒക്കെ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എല്ലാത്തിനേക്കാളും കൂടുതൽ ആസ്വദിക്കപ്പെടാൻ നിങ്ങളുടെ തലച്ചോറ് സ്വയമേ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ബി ലഭിക്കാന് ധാന്യങ്ങളുടെ കവിട്, മുട്ട, പാൽ, ചേമ്പില തുടങ്ങിയ ഇലക്കറികൾ നങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. വിറ്റാമിൻ സി ലഭിക്കാൻ മുരിങ്ങയില, നെല്ലിക്ക, പപ്പായ തുടങ്ങിയ ഭക്ഷണമാണ് കൂടുതലായി കഴിക്കുന്നത്. വിറ്റാമിൻ ഡി കിട്ടാനായിട്ട് സൂര്യപ്രകാശം ഏൽക്കുക, നേരിയ സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ് ശരീരത്തിൽ പാലുൽപ്പന്നങ്ങൾ